Hi learners, welcome to I Plus Training Solutions. അപ്പോൾ നമുക്കിന്ന് എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആയിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ഈ ലോ ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. നെറ്റ് എക്സാമിന് എല്ലാ പ്രാവശ്യവും നെറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി നെറ്റ് എക്സാം തന്നെയല്ല, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ, ലോ ഓഫ് ഡിമാൻഡ്. അപ്പൊ എപ്പോഴും നമ്മൾ ബേസ് ആയിട്ട് ഇപ്പൊ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കും. ഒരു സാധനത്തിന്റെ പ്രൈസ് കുറയുമ്പം അതിന്റെ ഡിമാൻഡ് കൂടും, അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ അതിനെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ബേസ് തൊട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വരണം. സോ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ ആണ് ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. നമുക്കറിയാം, എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ ആൽഫ്രഡ് മാർഷലും ആഡം സ്മിത്തിനെയും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിലാണ് ആൽഫ്രഡ് മാർഷൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അപ്പൊ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? കൃത്യമായിട്ട് നമ്മൾ അതിനെ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ ഹെൽഡ് കോൺസ്റ്റന്റ്. ആ ഒരു കാര്യം, അതായത് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ ഹെൽഡ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് സെറ്ററീസ് പാരിബസ് എന്നൊരു ലാറ്റിൻ ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഒരു പ്രാവശ്യം PSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ സെറ്ററീസ് പാരിബസിന്റെ മീനിങ് എന്താണെന്നുള്ളത്. ഇപ്പൊ സെറ്ററീസ് പാരിബസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ആ വേർഡിന്റെ അർത്ഥം ഓൾ അതർ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അതർ തിങ്സ് ബീയിങ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതായത് മറ്റ് കാര്യങ്ങളെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതാണ് അതർ തിങ്സ് ബീയിങ് കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ഒരു ലാറ്റിൻ വേർഡ് ആണ് സെറ്ററീസ് പാരിബസ്. അപ്പോൾ all other factors are constant, അല്ലെങ്കിൽ other things being constant, the relationship between price and quantity demanded for any good or service is inverse. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ, മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും അല്ലെ. അതല്ലേ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ്. മറ്റു ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് അല്ലെ. ഇപ്പൊ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, മറ്റ് ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രൈസിൽ മാത്രം ഇങ്ങനെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ലോ ഓഫ് ഡിമാൻഡ് അവിടെ അപ്ലൈ ആകും അല്ലെ. അതായത് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പൊ തമ്മിലൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ അവിടെ ഉണ്ടാകും. സോ എ പ്രൊഡക്ട്സ് പ്രൈസ് ഇൻക്രീസ് കോസ് എ ഡിക്രീസ് ഇൻ ദ കൺസ്യൂമർ ഡിമാൻഡ് ഫോർ ദാറ്റ് സെയിം പ്രോഡക്റ്റ്. അപ്പൊ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് പ്രപ്പോസ് ചെയ്ത വ്യക്തി ആരാണെന്ന് നമ്മൾ പഠിച്ചു, ആൽഫ്രഡ് മാർഷൽ ആണ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ലോ ഓഫ് ഡിമാൻഡിൽ കുറച്ച് അസംഷൻസ് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സെറ്ററീസ് പാരിബസ് പറഞ്ഞില്ലേ, അതായത് അതർ തിങ്സ് ബീയിങ് കോൺസ്റ്റന്റ് എന്ന്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ, അപ്പൊ അവിടെ കുറച്ച് അസംഷൻസ് ആണ്. ആ അസംഷൻസ് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മാത്രം, ആ അസംഷൻസിന്റെ ബേസിലാണ് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണെന്ന് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ നോർമൽ ഗുഡ്സിന്റെ കേസിലാണ് കേട്ടോ. നോർമൽ ഗുഡ്സിന്റെ കേസിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ലോ ഓഫ് ഡിമാൻഡിന്റെ അസംഷൻസിലേക്ക് പോകാം. അപ്പൊ അസംഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരൊറ്റ വേർഡിൽ പഠിച്ചു വെക്കാം. അത് ഏതാണ്? സെറ്ററീസ് പാരിബസ്, അതായത് അതർ തിങ്സ് ബീയിങ് കോൺസ്റ്റന്റ്. ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കണം. അത് തന്നെയാണ് അസംഷൻ. അത് നമുക്ക് അങ്ങനെ ഒറ്റ വാക്കിൽ പഠിച്ചു വെച്ചാൽ പോരെ, അതർ തിങ്സ് ബീയിങ് കോൺസ്റ്റന്റ്. അപ്പൊ ആ അതർ തിങ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നതാണ് കൺസ്യൂമറുടെ ഇൻകം, റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ്, കൺസ്യൂമർ പ്രിഫറൻസ്, ടേസ്റ്റ്, ഹാബിറ്റ്, ദെൻ
ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ, ഇങ്ങനെയുള്ള പല, അല്ലെങ്കിൽ സീസണൽ ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സ് നമ്മുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഒരു സാധനത്തിന്റെ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രം ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈഡ് ആകും അല്ലെ. ഈ ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആകണം. പ്രൈസ് ഒഴിച്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് എല്ലാം എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്ക് എന്തൊക്കെയാ നോക്കിക്കേ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റന്റ്. കൺസ്യൂമറുടെ ഇൻകം കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ കൺസ്യൂമറുടെ പ്രിഫറൻസ്, ടേസ്റ്റ്, ഫാഷൻ ഇതൊന്നും ചേഞ്ച് ആകരുത്, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മോഡിറ്റി ഒരു നോർമൽ ഗുഡ് ആയിരിക്കണം. അതായത് നോർമൽ ഗുഡ്, നമ്മൾ പല തരത്തിലുള്ള ഗുഡ്സ് പഠിക്കും അല്ലെ. സ്റ്റേപ്പിൾ ഗുഡ്സ് ഉണ്ട്, കൺവീനിയന്റ് ഗുഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലക്ഷറി ഗുഡ്സ് ഉണ്ട്, ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ കമ്മോഡിറ്റി ഒരു നോർമൽ ഗുഡ് ആണെങ്കിലാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ച്, ഫ്യൂച്ചറിൽ വില കൂടും കുറയും എന്നൊരു എക്സ്പെക്ടേഷൻസ് ഒന്നും കൺസ്യൂമറിന് ഉണ്ടാകരുത്. ദെൻ പോപ്പുലേഷൻ സൈസ് ആൻഡ് കോമ്പോസിഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. പോപ്പുലേഷൻ എന്ന് പറയുന്നതും നമ്മുടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നതാണ്. പോപ്പുലേഷൻ സൈസും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞതുപോലെ ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടും. ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാം. ഇനി ഈ ലോ ഓഫ് ഡിമാൻഡിന് കുറച്ച് എക്സെപ്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാത്ത സിറ്റുവേഷൻസ് ആണ്. എല്ലായ്പ്പോഴും ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈഡ് ആകത്തില്ല. നമ്മൾ പറഞ്ഞ അസംഷൻസിന്റെ ബേസിലാണ്. എന്നാൽ പോലും ഈ പറയുന്ന ചില സാഹചര്യങ്ങളിൽ, അതായത് ചില, നമ്മൾ പറഞ്ഞില്ലേ കമ്മോഡിറ്റി നോർമൽ ഗുഡ് ആണെങ്കിൽ മാത്രമാണ് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകാനായിട്ട് പറ്റുക. അപ്പൊ ഇവിടെ മറ്റു തരത്തിലുള്ള ഗുഡ്സ് നമുക്ക് കാണാം. അതേപോലെ തന്നെ മറ്റു പല സിറ്റുവേഷൻസ് ഉണ്ട്. ഈ പറയുന്ന സിറ്റുവേഷൻസിലൊന്നും നമ്മൾ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആകത്തില്ല. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഇത് ഒരിക്കലും ഈ പറയുന്ന സിറ്റുവേഷൻസിൽ ആപ്ലിക്കബിൾ ആകില്ല. ഇതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സെപ്ഷൻസ് ഇതിലേതൊക്കെയാണ് എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻസിൽ വരാം. അപ്പൊ നോക്കിക്കേ, എക്സെപ്ഷൻസിൽ ഫസ്റ്റ് വൺ ആണ് ജിഫൻ ഗുഡ്സ്. ജിഫൻ ഗുഡ്സിന്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകില്ല. ജിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്. ഒരു ഇൻഫീരിയർ ഗുഡിന്റെ ഒരു ടൈപ്പ് ആണ് കേട്ടോ. ഇൻഫീരിയർ ഗുഡ്സ് എല്ലാം ജിഫൺ അല്ല, എന്നാൽ ജിഫൺ ഗുഡ്സ് എല്ലാം ഇൻഫീരിയർ ആയിരിക്കും. അത് പ്രത്യേകം ഓർത്ത് വെക്കണം. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻകം കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയുന്ന സാധനങ്ങളാണ് ഇൻഫീരിയർ. ഇപ്പോ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി, നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന എപ്പോഴാ? നമ്മുടെ ഇൻകം കുറവുള്ളപ്പോഴാ. ഇൻകം കൂടുമ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഡിമാൻഡ് കുറയല്ലേ ചെയ്യുന്നത്? നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ പുതിയ വണ്ടി ആയിരിക്കും എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഇൻഫീരിയർ ഗുഡ്സ്. ഈ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ബേസിലാണെന്ന് ഓർത്തോണം. ഒരാളുടെ ഇൻകത്തിന്റെ ബേസിലാണ് ഇൻഫീരിയർ ഗുഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഇൻഫീരിയർ ഗുഡിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പാണ് ജിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ആ ജിഫൻ ഗുഡ്സിന്റെ പ്രത്യേകത എന്താ? ജിഫൻ ഗുഡ്സിന്റെ പ്രത്യേകത അതിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. വില കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നതാണ് ജിഫൻ ഗുഡ്സ്. ഇപ്പൊ ജിഫൻ ഗുഡ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡിന്റെ ഒരു കാറ്റഗറിയാണ്. ഇൻഫീരിയർ ഗുഡ്സ് എല്ലാം ജിഫൺ അല്ല, അത് ഓർത്തോണം. ഇപ്പൊ ജിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നതാണ് ജിഫൻ ഗുഡ്സ്. ഇപ്പോ പണ്ട് കാലങ്ങളിൽ ഈ പൊട്ടാറ്റോസ് എന്നൊക്കെ പറയുന്നത് അവരുടെ മെയിൻ ഫുഡിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഈ പൊട്ടറ്റോയുടെയൊക്കെ വില കൂടുന്ന സമയത്ത് അവര് മറ്റ് ഫുഡ് ഐറ്റംസ് കട്ട് ചെയ്തിട്ട് കൂടുതൽ പൊട്ടറ്റോസ് തന്നെ അവരുടെ ആ ഒരു മീലിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കും. പൊട്ടറ്റോയുടെ വില കൂടുമ്പോഴേക്കും അവർക്ക് കൂടുതലായിട്ട് വാങ്ങണം. അതിനുവേണ്ടി അവര് മറ്റ് സാധനങ്ങളുടെ യൂസേജ് കുറയ്ക്കും. മീറ്റിന്റെയൊക്കെ യൂസേജ് കട്ട് ചെയ്തിട്ട് അവിടെ കൂടുതൽ അവർ പൊട്ടറ്റോസ് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ജിഫൺ ഗുഡ്സ് ഒരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്. അതിന്റെ വില കൂടുമ്പോഴാണ് ഡിമാൻഡ് കൂടും. കാരണം അതിന്റെ വില കൂടുമ്പോൾ അവർ ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളുടെ ഉപയോഗം അവർ കുറച്ചിട്ട് കൂടുതലും ആ ഒരു ഗുഡ് തന്നെ അവരുടെ മീലിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കും. അവർ യൂസ് ചെയ്യാനായിട്ട് നോക്കും. അതാണ് ജിഫൺ ഗുഡ്സ്. ഇപ്പൊ ജിഫൺ ഗുഡ്സിന് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകില്ല. കാരണം വില കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് വെബ്ലൻ ഗുഡ്സ് ആണ്. വെബ്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷറി ഗുഡ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ലക്ഷറി കാറുകളും അതേപോലെ ഐഫോൺസ്, അതൊക്കെ നമ്മളൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുഡ്സിന്റെ കേസിലും ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകില്ല. കാരണം ഈ ലക്ഷറി ഗുഡ്സിന് വില കൂടുമ്പോൾ തന്നെയാണ് അതിന്റെ ഡിമാൻഡും
കൂടുന്നത്. ഇനി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, അതായത് ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ വാങ്ങി വെക്കും അല്ലെ? ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അപ്പോ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഇരട്ടിയാകും വില. അപ്പൊ നമ്മൾ ഇപ്പോഴേ കൂടുതൽ സാധനങ്ങൾ വാങ്ങി വെക്കും. അതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. അവിടെയും ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകില്ല. ഇനി നെസസിറ്റി ഗുഡ്സ്, നമ്മൾ ലോ ഓഫ് ഡിമാൻഡിന്റെ അസംഷൻസിൽ പറഞ്ഞു നോർമൽ ഗുഡ്സിന് മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകുന്നുള്ളൂ. അപ്പൊ ഈ നെസസിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എസെൻഷ്യൽ ഗുഡ്സ് ആണ്. നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ട സാധനങ്ങളില്ലേ, സോൾട്ട്, അതേപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകില്ല. കാരണം എന്തുകൊണ്ടാ? ഈ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില കൂടി എന്ന് പറഞ്ഞ് ഡിമാൻഡ് കുറയുവോ? ഇല്ല, അത് നമുക്ക് വേണ്ടതാണ്, നെസസിറ്റി അല്ലേ. അപ്പൊ അതിന്റെ വില കൂടിയാലും നമ്മളത് വാങ്ങും. വില കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മെഡിസിൻസ് വാങ്ങിക്കൊണ്ട് വെക്കുമോ? ഇല്ല. അപ്പം ലോ ഓഫ് ഡിമാൻഡ് ഇങ്ങനെയുള്ള നെസസിറ്റി ഗുഡ്സിനും അപ്ലൈ ആകില്ല. അതേപോലെ അഡിക്റ്റീവ് ഗുഡ്സ് ഉണ്ട്. അഡിക്ഷന്റെ ഭാഗമായിട്ട്, അതായത് ഈ ആൽക്കഹോളും സിഗരറ്റ്സും ഒക്കെ, ഇതൊന്നും പ്രൈസ് സെൻസിറ്റീവ് അല്ല. അതായത് ഇതിന്റെയൊക്കെ വില കൂടിയെന്ന് പറഞ്ഞ് ഒരിക്കലും ഡിമാൻഡ് കുറയില്ല. നമ്മൾ അഡിക്ഷൻ ആണെങ്കിൽ, അതിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എത്ര വില കൂടിയാലും അവര് അത് വാങ്ങും. ഒരിക്കലും വില കൂടി എന്ന് പറഞ്ഞ് ഡിമാൻഡ് കുറയില്ല. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലും ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ആകില്ല. കാരണം എന്തുകൊണ്ടാ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറുകളുടെ വില കൂടുമ്പോഴാണ് അതിന്റെ ഡിമാൻഡ് കൂടുന്നത് അല്ലെ? നല്ല ഷെയർ പ്രൈസ് കൂടിയെങ്കിൽ അത്രയും നല്ല കമ്പനിയാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് അത്രയും വാല്യൂ ഉണ്ട് എന്നാണ്, അത് പോസിറ്റീവായിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പൊ അവിടെയും ഷെയർ പ്രൈസ് കൂടുമ്പോഴാണ് ആ ഷെയറുകളുടെ ഡിമാൻഡ് കൂടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സെപ്ഷൻസ്. ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അതിനകത്തുള്ള ഈ ഒരു എക്സെപ്ഷൻസിന്റെ ഒക്കെ നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടാകും. ഇപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ എക്സെപ്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് ആ ജിഫൺ ഗുഡ്സിനെയൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലോ ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്